എല്ലാം ശരി തന്നെ, റാഹത്താണ്, ഖൈറാണ്. പക്ഷേ അന്നി മഹബൂസുൻ അനിൽ ജന്നാ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. എന്തിന്റെ പേരിലാണെന്ന് പറയട്ടെ, ഒരു സൂചിയുടെ പേരിലാണ്. ഞാനതൊരു അയൽപക്കക്കാരനിൽ നിന്ന് കടം വാങ്ങിയതാണ്. മരണപ്പെടുന്നതിന് മുമ്പ് ഫലം അത് മടക്കി കൊടുക്കാൻ മറന്നുപോയി. ആ ഒരു സൂചിയുടെ പേരിൽ ഞാനിപ്പോ ഈ ഖബറിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മഹാനായ വലിയുല്ലാഹി ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു. ഒരു സൂചി ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് വെച്ച് പറയാം. എന്റെ പൊന്നു പെങ്ങളെ, സഹോദര സഹോദരി, അയൽപക്കക്കാരിൽ നിന്ന് സൂചിയും നൂലും നമ്മൾ വാങ്ങാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് തയ്ച്ചിട്ട് അത് മടക്കി കൊടുക്കാതെ ഏതെങ്കിലും കലണ്ടറിൽ കൊണ്ടുപോയി കുത്തിവെക്കും. അവിടെ ഇരുന്ന് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് നശിക്കുന്നതല്ലാതെ ആസിയാടെ ആമിനാടെ വീട്ടിൽ നിന്ന് വാങ്ങിയ ആ സൂചിയും നൂലും നമ്മൾ മടക്കി കൊടുക്കൂല. സൂചിയല്ലേ, ഒരു സൂചിയല്ലേ, ഒരു നൂലല്ലേ, എത്ര മടക്കി കൊടുക്കണം? കൊടുക്കൂല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്ത് അദൂ അൽ ഖിയാത വൽ മിഖിയത ഫഇന്നൽ ഗുലൂല ആറുൻ വനാറുൻ വശനാറുൻ അലാ അഹ്ലിഹി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തേ, ഒരു സൂചിയാകട്ടെ, ഒരു നൂലാകട്ടെ, അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ മടക്കി കൊടുക്കണേ. കാരണം ഫൈനൽ ഗുലൂല ആറുൻ വനാറുൻ വശനാറുൻ അലാ അഹ്ലിഹി യൗമൽ ഖിയാമ. ആരാണോ ഒരു സൂചി മോഷ്ടിച്ചത്, ആരാണോ ഒരു നൂല് മോഷ്ടിച്ചത്, അതിന്റെ പേരിൽ ആഖിറത്തിലെ ഖിയാമത്ത് നാളിൽ അവരും അവരുടെ കുടുംബക്കാരും ലജ്ജിക്കേണ്ടി വരും, മുഖം താഴ്ത്തേണ്ടി വരും, നരകത്തിന്റെ തീ അനുഭവിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. സൂചി നൂലും നമ്മൾ ആരാണ്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ എത്ര പേരുണ്ട്? കോഴിക്കാരന്റെ കടവാ, പലചരക്ക് കച്ചവടക്കാരന്റെ കടവാണ്, പച്ചക്കറി കച്ചവടക്കാരന്റെ കടവാണ്. കച്ചവടം നടത്തിയവരെല്ലാം കട പൂട്ടിയിട്ട് പോയി. കിട്ടാക്കടമാണ്. ഓർക്കണേ, ആരിൽ നിന്നെങ്കിലും ഒരു സൂചിയുടെ അളവെങ്കിലും നമ്മൾ വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ മരിച്ചു പോയാൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന പൂതി വേണ്ട കേട്ടോ. ബഹുമാനപ്പെട്ട മഹാന്മാരുടെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഔലിയാക്കളെ, ഒരു സൂചിയുടെ പേരിൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, സൂചിയുടെ പേരിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അത്രത്തോളം ഞാൻ സൂക്ഷിച്ച് ജീവിച്ചു. പക്ഷെ ഒരു സൂചി കടം വാങ്ങി അത് മടങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ കടബാധ്യതകൾ, മാതാപിതാക്കളുടെ കടങ്ങളും ബാധ്യതകളും മക്കൾ ജീവിച്ചിരിക്കുമ്പോ അത് തീർക്കണേ, കൊടുത്തു വീടണേ. അത് കൊടുത്തു വീടാതെ മരിച്ചു പോകല്ലേ. വാപ്പാടെ കബറിൽ തീയായിരിക്കും കേട്ടോ, വാപ്പാടെ കബറിൽ അഗ്നിയായിരിക്കും കേട്ടോ. വാപ്പാടെ കടമിടപാട് വീട്ടേണ്ടത് മക്കളാ. ആ മക്കളാ കടമിടപാട് വീട്ടിയില്ല എങ്കിൽ ആ കബർ ആളിക്കത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹദീസ് കേട്ടോ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഒരു മയ്യത്ത് വരുമ്പോൾ നബി തങ്ങൾ ചോദിക്കും, ഹൽ അലൈഹി ദീനുൻ, ഈ മയ്യത്തിൽ വല്ല ബാധ്യതകളുണ്ടോ? കടമിടപാടുകൾ ഉള്ള മയ്യത്താണോ? സഹാബാക്കൾ പറയും, ഇല്ല നബിയേ. ഫസല്ലാ അലൈഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് നമസ്കരിക്കും കേട്ടോ.
മദീന പള്ളിയിലെ ഹബീബായ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും ഒരു സ്വഹാബി വഫാത്തായാലും നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ഒന്ന് നമസ്കരിപ്പിക്കാതെ ഏതെങ്കിലും ഒരു മയ്യത്തിന് പൊറുക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഏത് മയ്യത്ത് വന്നാലും നബി തങ്ങൾ ചോദിക്കുകയാ, ഹൽ അലൈഹി ദൈന, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുണ്ടോ സഹാബാ? രണ്ട് മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ബാധ്യതകളില്ല എന്ന് പറഞ്ഞ് സഹാബാക്കൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിപ്പിച്ചു. മൂന്നാമതൊരു മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, സലാസത്തു ദനാനീർ, 3 ദിനാർ കടക്കാരനാണ് നബിയേ. രണ്ടാമത്തെ ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഹൽ തറക ശൈആ, ഈ 3 ദിനാർ കടം വീട്ടാൻ വല്ല വസ്തുക്കളും ഈ സഹാബി ഉപേക്ഷിച്ചിട്ടാണോ മരിച്ചു പോയത്? സ്വഹാബത്തെ, ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ പുച്ഛം നോക്കുകയാണ്. സ്വഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഈ 3 ദിനാർ കടം വീട്ടാനുള്ള വസ്തുവില്ലാത്ത മനുഷ്യനാം, പാപ്പരാണ് ഈ കിടക്കുന്നത് നബിയെ എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നായകനിതാ ആ ജനാസയിൽ നിന്ന് മയ്യത്തിൽ നിന്ന് പുറകോട്ട് മാറിയിട്ട് സഹാബത്തിനോട് പറയുകയാണ്, സല്ലൂ അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിപ്പിച്ചു ഈ മയ്യത്തിന്. കടബാധ്യതയുള്ള മയ്യത്ത് നമസ്കരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സഹാബാ. ഇതിനാണ് ഈ പള്ളിയിലെ ഇമാമികൾ ചോദിക്കുന്നത്. മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കുമ്പോ ഇമാമികൾ ചോദിക്കുന്നത് എന്തിനാണ്? വല്ല ബാധ്യതയുണ്ടോ, വല്ല ഇടപാടുണ്ടോ? ചോദിക്കുന്നത് എന്തിനാ? ഉണ്ടെങ്കിൽ മക്കൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് പറയണം, എന്റെ വാപ്പാടെ കടം എന്നോട് നിങ്ങൾ ചോദിക്കും, ഞാൻ ഇടപാട് പൂർത്തീകരിച്ചു കൊള്ളാം എന്ന് പറയുമ്പോഴാണ് ഇമാമ നമസ്കരിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ നമസ്കരിപ്പിക്കും? ഈ ബാധ്യതയോടുകൂടി ഈ മയ്യത്തിനെ കബറിൽ കൊണ്ടുവച്ചാൽ ആ കബറിൽ സ്വസ്ഥത കിട്ടൂല. നബി തങ്ങളെ നമസ്കരിപ്പിച്ച മയ്യത്താണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറകോട്ട് മാറിയപ്പോൾ സഹാബാക്കൾക്ക് അത്ഭുതമായി, പടച്ചവനെ, നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ഒരു സഹോദരന്റെ മയ്യത്ത് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാതെ പോയാല് പിന്നെ നമുക്ക് എന്ത് വിഷമമായിരിക്കും? സ്വഹാബത്ത് പരസ്പരം ചോദിച്ചു, ആർക്കാണ് ഇദ്ദേഹം പണം തരാനുള്ളത്? ആ മയ്യത്ത് ഹാദിറായ ഒരു വ്യക്തികൾക്കും ഇല്ല. ഉടനെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഏറ്റവും പുറകിലത്തെ സഫിലായിരുന്നു. അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നിട്ട് പറയുകയാണ്, സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ മയ്യത്ത് നമസ്കരിപ്പിക്കണേ. വഅലയ്യ ദൈനുഹു, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ മയ്യത്ത് നമസ്കരിപ്പിക്കണേ, ഞാൻ അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തോളാം. ഞാൻ ഏറ്റെടുത്തോളാം. സല്ലല്ലാ അലൈഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിച്ചു, മയ്യത്തിനെ കൊണ്ടടക്കി. 2 ദിവസം കഴിഞ്ഞു. മദീന പള്ളിയുടെ ഓരത്തുകൂടി അബൂ ഖതാദ നടന്നു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല അബൂ ഖതാദ, ഇന്നലെ ആ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് ഏറ്റെടുത്ത കടം നീ വീട്ടിയോ? നബിയെ, മറന്നുപോയി യാ റസൂലല്ലാഹ്, ഇപ്പോ വീട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ സഹാബി വേഗം പോയി ആ കടം വീട്ടിയിട്ട് ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, നബി തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നിട്ട് ഖദൈതു ദൈനഹു യാ റസൂലല്ലാഹ്, അദ്ദേഹത്തിന്റെ കടം ഞാൻ വീട്ടി നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്ന് പറയട്ടെ സഹോദരങ്ങളെ. യാ അബാ ഖതാദ ഫൽആന ബറദത് അലൈഹിന്നാർ, ഈ 2 ദിവസം വരെ ഈ ഖബർ തീയായിരുന്നു സഹാബ,
അദ്ദേഹത്തിന്റെ കടം വീട്ടിയപ്പോഴാണ് ആ ഖബറിലെ തീ അണഞ്ഞതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പാടെ ഉമ്മടൊക്കെ കടം പള്ളിയിൽ ഏറ്റെടുത്തിട്ട് മക്കള് സുഖിച്ച് ജീവിക്കുകയാണ്. പാവങ്ങള്. നബി ഹദീസ് സഹിയാണ്, വളവും തിരിവുള്ള ഹദീസല്ല. നബിതങ്ങൾ നമസ്കരിപ്പിച്ച മയ്യത്തില് ഖബറിൽ കത്താണ്, പാവമാണെങ്കിൽ അല്ലാഹ് മാപ്പാക്കി കൊടുക്കും. ഇത് മറ്റുള്ളവന്റെ ഹക്കാണ്, മറ്റുള്ളവന്റെ ബാധ്യതയാണ്. അത് അടച്ചേ മതിയാവും. അതില്ലെങ്കിൽ അതിന്റെ പേരിൽ ആഖിറത്തിൽ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നത് വരെ നരകത്തിൽ കിടക്കേണ്ടി വരും. അതൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ധാരാളം ആയത്തുകൾ മജീദുകളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഇത്രത്തോളം ഭൗതികമായ ലോകത്ത് സൂക്ഷ്മത പുലർത്തിയിട്ട് ഒരു സൂചിയുടെ പേരിൽ അന്നി മഹ്ബൂസുൻ അനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അദ്ദേഹം വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അദ്ദൂ അൽ ഖിയാത വൽ മിഖ്യത, നിങ്ങൾ സൂചിയായാലും നൂലായാലും എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ സാധനമാണെങ്കിലും അത് നിങ്ങൾ മടക്കി കൊടുക്കണേ. ഒരു ഹിന്ദു സഹോദരന്റെ പൈസയാണ് വാങ്ങിയതെങ്കിലും മടക്കി കൊടുക്കണേ മുസ്ലിമേ. നമ്മളൊക്കെ നോക്കുമ്പോ മുസ്ലിം അല്ലല്ലോ, ഹിന്ദു അല്ലേ, ക്രിസ്ത്യാനിയല്ലേ, ജൂതനല്ലേ, നസ്രാണിയല്ലേ, എന്തിനാണ് അവനിൽ നിന്ന് വാങ്ങിയത് മടക്കി കൊടുക്കണം? അയ്യപ്പന്റെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് 10 രൂപയുടെ ചായക്ക് 8 രൂപയെ കൈവശമുണ്ടായിരുന്നുള്ളൂ. അയ്യപ്പ നാളെ ഞാൻ വരുമ്പോ തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം മരിച്ചുപോയെങ്കിൽ ആ 2 രൂപ അയ്യപ്പൻ പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ഈ സുലൈമാൻ കാക്ക ആഖിറത്തിൽ പിടിക്കപ്പെടും കേട്ടോ. ഒരു ഹിന്ദു സഹോദരനല്ലേ. ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂത മതക്കാരനോ ജൈന മതക്കാരനെന്നോ BJP-കാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ ഒന്നുമില്ല. അവന്റെ ഹക്ക് അവന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നീ മടക്കി കൊടുക്കണം. അത് കൊടുത്തിട്ട് നീ മരിക്കാവൂ. ഇല്ലെങ്കിൽ നാളെ ഇതിന് പരിഹാരം നീ കാണേണ്ടി വരും ആഖിറത്തിൽ. ഇതാണ് മുസ്ലിമിന്റെ നിലപാട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി. പക്ഷെ സ്വർഗത്തിലോട്ട് കയറാൻ പറ്റുന്നില്ല ഈ സൂചിയുടെ പേര്. നമ്മൾ സൂചിയൊന്നും അല്ലല്ലോ എടുത്തിട്ടുള്ളത്. സൂചിയാന്നേ സമാധാനം ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ടുള്ള സ്വർണ്ണ സൂചികളാണ്. പള്ളികളിൽ നിന്ന് എത്ര ചെരുപ്പുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പള്ളിയിലത്തെ ചെരുപ്പ് ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെരുപ്പ് ഒരു നിസാറായിട്ട് നിങ്ങൾ കാണണ്ട. ഖൈബറിന്റെ യുദ്ധത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും കേട്ടോളി. സഹാബകളുടെ ചരിത്രം ഞാൻ പറയുന്നത്. സഹാബാക്കൾ നബിയും ഖൈബറിന്റെ യുദ്ധത്തില് ഖൈബറിന്റെ രണാകളത്തിൽ ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും നടന്ന് പോവുകയാണ്. നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ മരിച്ചു കിടക്കുന്നു, ആരൊക്കെ ഷഹീദായി മരിച്ചു കിടക്കുന്ന സഹാബാക്കളുടെ അരികിലൂടെ സ്വഹാബി നബിയും സഹാബാക്കൾ നടന്നു പോകുമ്പോ ആ മരുഭൂമിയിൽ കിടക്കുന്ന ആ മയ്യത്തിന്റെ അരികിൽ നിന്നിട്ട് സഹാബാക്കൾ പറയുകയാണ് ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, നബിയേ ഇദ്ദേഹത്തിന് ഷഹാദത്ത് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. നബി തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. പിന്നീട് അടുത്ത വ്യക്തിയുടെ അരികിലേക്ക് പോയി ആ മരിച്ചു കിടക്കുന്ന സഹാബിയുടെ അരികിൽ പോയിട്ട് സഹാബത്ത് പറയുകയാണ് ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അദ്ദേഹത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ഒരു മൂന്നാമത്തെ സഹാബിയുടെ അരികിലേക്ക് നബിയും സഹാബാക്കളെ കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാ ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, നബിയേ ഈ സഹാബി ഷഹീദാണെന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ഒരുപക്ഷേ നബി തങ്ങളെ കേട്ട് കാണില്ല എന്ന് കരുതിയിട്ട് വീണ്ടും സഹാബാക്കൾ ഓർമ്മിപ്പിക്കുകയാണ് ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, നബിയേ അദ്ദേഹം ഷഹീദാണ്
അദ്ദേഹം ഷഹീദാണ്, ഖൈബറിൽ ഷഹീദായ വ്യക്തിയാണ് നബിയേ. അങ്ങ് ദുആ ചെയ്യൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല ഇല്ല സഹാബ ഇല്ല സഹാബ ഇന്നി റഅയ്തു ഫിന്നാർ. ഞാൻ അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായിട്ട് കാണുന്ന സഹാബത്തെ നബി തങ്ങൾ അറിയുകയാണ് കേട്ടോ, നബി തങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായി ഞാൻ കാണുന്നു സഹാബ. ബിബുർദത്തിൻ, ഒരു പുതപ്പിന്റെ പേരിൽ ഗല്ല ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ലഭിച്ച ഒരു പുതപ്പായിരുന്നു ആ സഹാബി എടുത്തു വെച്ചത്. അതൊരു ജൂതന്റെ പുതപ്പായിരുന്നു കേട്ടോ. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ യുസാവി ദിർഹമേ, 2 രൂപ പോലും വിലയില്ലാത്ത, 2 ദിർഹമിന് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ്, അതൊരു ജൂതന്റെ പുതപ്പായിരുന്നു. ആ ജൂതന്റെ പുതപ്പ് ഒരു മുസ്ലിമായ സഹാബി എടുത്തു വെച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബ, അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായി ഞാൻ കാണുന്നു സഹാബ. നബി തങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്ന് സഹാബാക്കൾക്ക് വിഷമം തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ പാണ്ടക്കെട്ടുകൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോ ആ കെട്ടിൽ നിന്ന് ഒരു ജൂതന്റെ 2 രൂപയ്ക്ക് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ് ഞങ്ങൾ കണ്ടുപോയി സഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആ 2 രൂപയ്ക്ക് പോലും വിലയില്ലാത്ത അന്യമതക്കാരന്റെ ആ പണത്തിന്റെ പേരിൽ അദ്ദേഹം നരകത്തിലാണെന്ന് നബിയുനാ ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി. അയ്യപ്പന്റെയും ചങ്കുണ്ണിയുടെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വല്ല അടിച്ചു മാറ്റാവോ? അവന് ഒരുക്കാനുള്ള പൈസ കൊടുത്തിരിക്കണം. അവൻ ഹിന്ദുവല്ലേ, അവൻ ക്രിസ്ത്യാനിയല്ലേ, അവൻ ജൂതനല്ലേ? ഇവിടെ ജൂതന്റെ പുതപ്പെടുത്ത് വെച്ചതിന്റെ പേരിൽ നരകം. നബി തങ്ങൾ പറഞ്ഞു ആ പുതപ്പ് അദ്ദേഹത്തിന് തീയായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഒരു സഹാബി ഓടി വരികയാണ്, ഒരു ചെരുപ്പിന്റെ കഷണം എടുത്തിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അസബ്തു ഖൈബറ, ഈ ചെരുപ്പിന്റെ ഒരു കഷണം ഖൈബറിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ശിറാക്കും മിന്നാർ, ഈ കഷണം നരകത്തിന്റെ തീയാണ്. മറ്റൊരു സഹാബി ഓടി വരികയാണ്, ഒരു ജോഡി ചെരുപ്പുമായി കടന്നു വരുന്നു. അസബ്തു ഖൈബറ, നബിയേ ഈ 2 ചെരുപ്പ് ഞാൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചുപോയി ഖൈബറിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ശിറാക്കാനി മിന്നാർ, ഈ 2 ചെരുപ്പും നരകത്തിന്റെ 2 ഘടകങ്ങളാണ്. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പള്ളിയിൽ ചെരുപ്പെടുത്തോണ്ട് പോകുന്നവർ നാളെ ഇതേപോലെ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. നാളെ പൊക്കിക്കൊണ്ടുവരും. അതൊക്കെ ചെറിയ കളിയല്ല ഇത്. സ്വർഗത്തിൽ പോകാനാണ് ബഹുമാനപ്പെട്ട മഹാന്മാര് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളായി മാറിയത്, ആരിഫീങ്ങളായത്, ഔലിയാക്കളായി. ഇന്ന് നമ്മൾ അവരെയൊക്കെ പുകഴ്ത്തുന്നത് എന്തുകൊണ്ട്? അവരൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, അവര് തൃപ്തിപ്പെട്ടു, അവര് ഹറാമ സൂക്ഷിച്ചു, ഹലാലിനെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ഒരു തന്റെ മാതാവ് ഹലാലായ ഭക്ഷണമല്ലാത്ത ഭക്ഷണം കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഒരു ഉമ്മ ഒരു കുട്ടിയെ വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് വഴിതെറ്റിപ്പോകുന്ന യുവാക്കൾ, നമ്മുടെ മക്കൾ, ഈ പിഞ്ചോമനകൾ വഴിതെറ്റിപ്പോകാനുള്ള കാരണം ആരാ? ഉമ്മ. ഞാൻ 100 വട്ടം പറയുന്നു, ഉമ്മ. ലോക ചരിത്രത്തിൽ കുട്ടികളെ നന്നാക്കിയതിന്റെ പങ്ക് ഉമ്മയ്ക്കുണ്ട്. ലോക ചരിത്രത്തിൽ കുട്ടികൾ പിഴച്ചുപോയതിന്റെ ഉദാഹരണം
ഉദാഹരണവും ഇസ്ലാമിലുണ്ട്, ഖുർആനിലുണ്ട്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹി വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. പിഴച്ചുപോയ രണ്ട് ഉമ്മയെ കുറിച്ച് ഖുർആൻ പറയുകയാണ് കേട്ടോ. അതാരാണ്? സാധാരണ ഔലിയാക്കളുടെ ഭാര്യമാരല്ല കേട്ടോ. ലോകത്ത് 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറയുകയാ. അവര് രണ്ടുപേരും സാലിഹീങ്ങളായ രണ്ട് ദാസന്മാരുടെ ഭാര്യമാരായിരുന്നു കേട്ടോ. പക്ഷേ ഫഖാനതാഹുമാ, അവർ രണ്ടുപേരും തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചതിന്റെ പേരിൽ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് അവർക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. വഖീല ഉദ്ഖുലുൻ നാര മഅ ദാഖിലീൻ, അവരോട് പറയപ്പെട്ടു നിങ്ങൾ നരകാവകാശികളോടൊപ്പം നരകത്തിൽ പ്രവേശിക്കണേ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ മഹാനുഭാവന് മക്കളുണ്ടായിട്ട് അതിലൊരു മകനല്ലേ പിഴച്ചു പോയത്. ആ മകൻ പിഴയ്ക്കാൻ കാരണം ഉമ്മയാണ്. ഈ ഉപ്പയെ അനുസരിക്കാൻ പോകുമ്പോ ഈ ഉമ്മ ഈ മകനോട് പറയുകയാ, മോനെ നീ അദ്ദേഹത്തെ അനുസരിക്കരുത് കേട്ടോ, വാപ്പ പറയുന്നതൊന്നും നീ കേൾക്കണ്ട കേട്ടോ. ഉമ്മ തിരിവെച്ചു കൊടുത്തു. അയാളതൊന്നും പറയും കേൾക്കണ്ട. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മയാണ് വളർത്തേണ്ടത്. ഉമ്മാന്റെ മടി ആദ്യത്തെ മദ്രസാല ഉമ്മ. എന്തുകൊണ്ടാണ് ഉമ്മക്ക് ഇത്ര സ്ഥാനം ഇസ്ലാം നൽകുന്നത്? ഉപ്പക്ക് പോലും ഇല്ല. ഉപ്പയ്ക്കില്ല ഇത്ര സ്ഥാനം. മാതാപിതാക്കളെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അതിൽ ഉമ്മയുടെ സ്ഥാനമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ وفصاله في عامين أن اشكر لي ولوالديك إلي المصير. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. അല്ലാഹു തആല ഉപദേശിക്കുകയാണ്, മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങൾ കാണണേ. മക്കളെ അവരെ ആദരിക്കണേ, ബഹുമാനിക്കണേ, ആക്ഷേപിക്കല്ലേ, അധിക്ഷേപിക്കല്ലേ എന്ന് അല്ലാഹു ഉപദേശിച്ചിട്ട് തൊട്ടടുത്ത് അല്ലാഹു പറയുന്നത് ഉമ്മയുടെ മഹത്വമാണ്. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നിന്റെ ഉമ്മ നിന്നെ ചുമന്നത് കഷ്ടത്തോടെ കഷ്ടം സഹിച്ചിട്ടാണ് കേട്ടോ. വളരെ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ച് ഈ ഉമ്മ 10 മാസം നിന്നെ കൊണ്ട് നടന്നിട്ട് വേദനയോടെ
വേദനയോടെയാണ് നിന്നെ പ്രസവിച്ചതെങ്കിൽ ആ ഉമ്മയോട് നീ നന്ദികേട് കാണിക്കരുതേ മകനെ. ആ ഉമ്മയോടും ഉപ്പയോടും നീ നന്ദിയുള്ളവനാകണേ മകനെ. ആ പരിശുദ്ധമായ ഖുർആനിൽ ഉമ്മയുടെ മഹത്വമാണ് എടുത്തു പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇരിക്കുന്ന സ്ത്രീകളോട്, ഈ ഉമ്മമാരോട്, മാതാക്കളോട് ഒരു പ്രത്യേകമായ ഉപദേശം നൽകിയിട്ടുണ്ട് കേട്ടോ. മഹദിയായ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാണ്. യാ ആയിഷ, മാ മിൻ ഇംറഅത്തിൻ തഹ്ബിലു മിൻ സൗജിഹാ ഇല്ലാ വലഹാ ഹീന തഹ്ബിലു അജ്റു സ്സായിമി ബിന്നഹാരി വഅജ്റുൽ ഖായിമി ബില്ലൈൽ വൽഗാസി ഫീ സബീലില്ലാഹ്. ഗർഭം എന്ന് പറയുമ്പോ അത് സർവ്വസാധാരണമായി കാണണ്ട കേട്ടോ. ഗർഭിണികൾ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള മഹത്വം ഇസ്ലാം വിവരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇരിക്കുന്ന ഈ ജംഗ്ഷനിൽ ഇരിക്കുന്ന, ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും താൻ ഗർഭിണിയാണ്, തന്റെ മഹത്വം എന്തെന്നറിയുമോ പെങ്ങളെ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് മഹദിയായ ആയിഷ ബീവിയോട്, ആയിഷേ നീ പറയണേ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചാൽ ഹീന തഹ്ബിലുഹാ, അവൾ ഗർഭം ധരിച്ച സമയം മുതൽ അവൾ പ്രസവിക്കുന്ന സമയം വരെ ഈ 9-9.5 മാസക്കാലത്തോളം ആ ഗർഭിണിയായ പെണ്ണിനുള്ള കൂലി എന്തെന്നറിയോ? വലഹാ മിസ്ലു അജ്രി സായിമി ബിന്നഹാർ. പകൽ സമയം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ് 9.5 മാസക്കാലത്തോളം ഒരു ഗർഭിണിയായ പെണ്ണ് തുടരെ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. തീർന്നില്ല പെങ്ങളെ, വഅജ്റുൽ ഖായിമി ബില്ലൈൽ. പാതിരാ സമയത്ത് 9.5 മാസക്കാലത്തോളം നീ രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുക. തീർന്നില്ല പെങ്ങളെ, അൽഗാസി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കാൻ സർവസന്നാഹങ്ങളോടുകൂടി സമരത്തിൽ പങ്കാളിത്തം വഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉഷാറ് പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി. ചൊല്ലു 3 സലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. പടച്ചവനെ നീ പിഴപ്പിക്കല്ല റബ്ബേ, പിഴപ്പിക്കല്ല റബ്ബേ. മക്കള് സ്വർഗത്തിലെ പൂക്കളാണ് കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കട്ടെ. ഒരു ഗർഭിണി പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം 9.5 മാസം പകൽ സമയത്ത് നോമ്പ്, രാത്രി നിസ്കരിച്ചതിന്റെ പ്രതിഫലം. റമദാൻ മാസത്തെ നോമ്പെടുക്കാൻ പെടുന്ന പാട്, രാത്രി തറാവി നിസ്കരിക്കാൻ പെടുന്ന പാട്. ഊളയിടാണ് തറാവി നിസ്കരിക്കാൻ. ആദ്യത്തെ 2 റക്അത്തിൽ പോയി നിസ്കരിക്കും, ബാക്കി അവൻ സിറ്റൗട്ടിൽ പോയി അവസാനത്തെ 2 റക്അത്തിൽ നിസ്കരിക്കും. ഉഡായിപ്പന്മാരുടെ നോമ്പിന്റെ കൂട്ട്. തലനോമ്പ് 3 പിടിക്കും, 27-ന്റെ അന്ന് ഒരു നോമ്പും പിടിക്കും. അപ്പൊ 27-3 എത്രയായി? വളരെ പെട്ടെന്നാണ് അല്ലേ? തിരക്കുള്ള യാസീൻ ഓതുന്നത് പോലെ. യാസീൻ ഖുർആനിൽ ലഖീന കലമൽ മുർസലീന അലാ സിറാത്തിൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. യാസീൻ പരിപാടി വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ ഇതല്ലേ. നമ്മുടെ സഹോദരിമാർക്ക് നോമ്പ്, അവര് റമദാൻ മാസത്തിലെ ഖളായി നോമ്പ് വീട്ടാറില്ല. ഇപ്പൊ 6 മണിയാ മഗ്രിബ്. പിടിച്ചോ, നല്ല സമയം, മഴയുണ്ട്. 5 മണി to 6 മണി വരെ നോമ്പ് പിടിക്കാം. ഖളാ വീട്ടിക്കോ. നിങ്ങളെ എത്ര നോമ്പ് നീ ഖളാ ആക്കിയിട്ടുണ്ടോ അത് വീട്ടിക്കോ. മക്കളോടും പറ ഖളാ വീട്ടാ പറ. ഇപ്പൊ നല്ല സമയമാണ് 6 മണിക്ക്. മറ്റേ 6:50 വരെ പോകണം. 50 മിനിറ്റ് ഉള്ള കൺസിഡർ ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരു സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല എഴുതി കൊടുക്കണം. കാരണം ആ ഗർഭം ധരിക്കുമ്പോൾ അതിൻ്റെതായ ത്യാഗമുണ്ട്. അതുകൊണ്ടാണ് നമുക്കെല്ലാം അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഗ്യാസ് കയറുമ്പോൾ അങ്ങനെയുണ്ട് നമ്മുടെ അവസ്ഥ.
ഗ്യാസ് കയറുമ്പോ എങ്ങനെയുണ്ട്? ഗ്യാസ് കയറുമ്പോ അത് കുറച്ച് സമയം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇച്ചിരി ഇഞ്ചി നീരോ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ അടിച്ച് അതങ്ങ് തീരുമ്പം 2 ഗ്യാസ് പടപടാന്ന് പൊട്ടുമ്പോ പൊക്കാൻ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അവന്റെ കാര്യം തീർന്നു. എന്നാ ഇത് മറ്റേതോ അങ്ങനെയാണോ? തീരുന്ന കേസാണോ? ഒന്ന് കിടക്കാൻ പറ്റുമോ? ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് മെല്ലെ ചരിയണം. വലത്തോട്ട് ചരിയണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് മെല്ലെ ചരിയണം. കമിഴ്ന്ന് കിടക്കാൻ പോലും പറ്റൂല. നിവർന്ന് കിടക്കുമ്പോ നടുവിന് വല്ലാത്ത വേദനയാണ്. നടുവ് വേദന സഹിക്ക വയ്യാതെ തൊട്ടടുത്ത് കിടക്കുന്ന മച്ചയോട് ഭർത്താവിനോട് ഒന്ന് പറഞ്ഞാലോ, ഇക്ക ഒന്ന് തടവി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹം വലിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുക? പാവം പെണ്ണ് സ്വന്തം കൈകൊണ്ടങ്ങ് തടവും. പാവം ഇക്ക ക്ഷീണിച്ചു വന്ന് കിടക്കുകയാണ്. അങ്ങനെ കിടക്കട്ടെ. പെണ്ണുങ്ങളെ കഷ്ടമാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അതെ, നമ്മൾ നോക്കുമ്പോ ഇക്ക ഭയങ്കര ഉറക്കം. പാവം, വേണ്ട, നടുവ് സഹിക്കാൻ വയ്യ. എന്നാലും അവള് പറ്റുന്ന കൈകൊണ്ട് ഇക്കായെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നിട്ട് രാവിലെ പറയും, എനിക്ക് ഭയങ്കര നടുവ്. നീ എന്താണ് എന്നെ വിളിക്കാൻ? എന്നെ വിളിച്ചൂടെ, ഞാൻ നമുക്ക് തടവി തരൂല്ലേ? ഓ, ഇക്ക ഞാൻ ഒന്ന് വിളിക്കാൻ വേണ്ടി തരുന്നപ്പോ കുളത്തിൽ കിടന്ന് മുക്കറിടുന്ന പോലെ ഞാൻ എങ്ങനെ ഇക്ക ഇത് കണ്ടിട്ട് വിളിക്കാൻ? ഇക്ക ഞാൻ പിന്നെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് തടവി. അല്ലേ? ആ സഹോദരിമാർക്ക് അങ്ങനെയല്ലേ? അവർക്ക് പാവം 4 മണിക്ക് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്ക് ചാപ്പാടുണ്ടാക്കി കൊടുക്കും. നമ്മൾ ആ സമയത്ത് ആലോചിച്ച് നോക്കി എത്ര പണിയാ അവരൊക്കെ ചെയ്ത്. നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും ഒന്നുമില്ല, എന്ത് ത്യാഗമെന്നറിയോ. ഇതുകൊണ്ടായിരുന്നു എഴുതി. അപ്പൊ ഗർഭിണിയാകുമ്പോ അതിനും കൂടെ ചേർത്തിട്ട് ഈ പണിയൊക്കെ എടുത്തു. അപ്പൊ അല്ലാഹു തആല എത്ര കൂലി എഴുതി കൊടുക്കാന്ന് ആലോചിച്ച് നോക്കി. എത്ര കൂലിയാ നമുക്ക് കിട്ടോ? ഏതെങ്കിലും ഒരു പുരുഷന് 10 മാസത്തോളം നോമ്പെടുത്തതിന്റെ പ്രതിഫലം ഉണ്ടെന്നുള്ള ഹദീസുണ്ടോ? ചവ്വായ ഉണ്ട്. അമ്മക്ക് എവിടെയാണ്? ഉണ്ടംപൊരി പപ്സ്, അതേ ഉള്ളൂ. നമ്മൾ മേടിച്ച് നോണം. ഇതൊക്കെ അല്ല എടുക്കുകയാണ്. എന്നാ നിനക്ക് അല്ല തരും. ഗർഭപാത്രം എടുത്ത് നീ ഹിറ്റ് ചെയ്ത് വയ്ക്കും. അല്ലാഹു തരും. അപ്പൊ അവർക്ക് അല്ലാഹു എടുക്കാണ്. 9.5 മാസം വരെ നോമ്പെടുത്തതിന്റെ പ്രതിഫലം. രാത്രി നമസ്കരിച്ചിട്ട് കൂലി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹാദത്ത്. തീർന്നില്ല. പെങ്ങളെ, നീ പ്രസവ വേദനയെടുത്ത് ആശുപത്രിയിലേക്ക് പോകുമ്പോ ലേബർ റൂമിലേക്ക് പ്രവേശിച്ചാൽ യാ ആയിഷ മാ മിൻ ഇംറാത്തിൻ അതാഹത് തൽഖൂ, ഏതെങ്കിലും ഒരു പെണ്ണിന് പ്രസവ വേദന എടുക്കുമ്പോ ബികുല്ലി തൽഖത്തിൻ ഇത്ഖുൻ അസ്മാ, ഓരോ പ്രസവ വേദനയുടെ ഓരോ സമയങ്ങളിലും അവൾ അല്ലാ എന്ന് വിളിക്കുമ്പോ അറേബ്യൻ രാജ്യത്ത് വില കൂടിയ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി